അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് സംസാരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം രണ്ടുപേരും വളരെ കർമ്മോത്സുകരായിക്കൊണ്ട് ദീനിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് ചലിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതിൽ ഒരാൾ ഷഹീദായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ആൾ ഒരു വർഷം കൂടി കടന്നുപോയി സാധാരണ മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അങ്ങനെ ഇരിക്കെയാണ് തൽഹ ഇബ്നു ഉബൈദുള്ള എന്ന് പറയുന്ന പ്രശസ്തനായ സഹാബി വര്യൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. നേരത്തെ മരണപ്പെട്ട രണ്ടുപേരും അദ്ദേഹവും സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള മലക്ക് ഓരോരുത്തരെയായിട്ട് സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവരെ 3 പേരിൽ നിന്നും സാധാരണയായി മരിച്ച ആളെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ച് അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. തുടർന്ന് ഷഹീദായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചു കൊണ്ടുപോയി. മൂന്നാമതായിട്ട് ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഊഴമെത്തിയപ്പോൾ നിനക്ക് സമയമായിട്ടില്ല, നീ പോയിട്ട് നിൻ്റെ സമയമാകുമ്പോൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയക്കുകയും ചെയ്തു. പെട്ടെന്ന് അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഉണർന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം ഈ സ്വപ്നം വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സ്വപ്നം നമ്മളാണ് കണ്ടിരുന്നതെങ്കിൽ നമ്മളൊരു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയി എൻ്റെ സ്വർഗപ്രവേശത്തെക്കുറിച്ച് മാത്രം അന്വേഷിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ തൽഹ റളിയല്ലാഹു അൻഹു ജിജ്ഞാസയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ച ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് ഷഹീദായ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് സാധാരണ നിലയിൽ മരിച്ച ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക? തൽഹ റളിയല്ലാഹു അൻഹു ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദുകൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച്, ഷഹീദുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസിൽ മാത്രം ഷഹീദുകൾക്ക് ലഭിക്കുന്ന 6 ഗുണങ്ങളെക്കുറിച്ച്, 6 ആനുകൂല്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. അതിലൊന്ന്, ഷഹീദാകുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നും ആദ്യത്തെ രക്തത്തുള്ളി പുറത്തു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന. അതിൽ രണ്ടാമത്തേത്, ഷഹീദുകൾക്ക് ഖബറിൽ വിചാരണ ഉണ്ടാവുകയില്ല. വളരെ സന്തോഷത്തോടു കൂടി, മനസ്സാന്നിധ്യത്തോടു കൂടി, മനസ്സമാധാനത്തോടു കൂടിയായിരിക്കും അവർ ഖബറിലുണ്ടാകുക. അതുപോലെ തന്നെയാണ് പരലോകത്ത് എത്തിച്ചേരുന്ന സമയത്ത് മഹ്ശറയിൽ ചോദ്യം ചെയ്യപ്പെടാൻ എല്ലാവരും വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്ന സമയത്ത് ഷഹീദുകൾ മനസ്സമാധാനത്തോടു കൂടി, മനസ്സാന്നിധ്യത്തോടു കൂടി അവിടെ വെപ്രാളങ്ങളില്ലാതെ നിലനിൽക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാകും എന്ന് റസൂൽ പറഞ്ഞു. നാലാമതായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അവർക്ക് പ്രത്യേകമായ കിരീടങ്ങൾ അണിയിക്കും. ആ കിരീടങ്ങളിലെ ഒരു മുത്ത് ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ അമൂല്യ വസ്തുക്കളെക്കാളും വിലമതിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ഒരുപാട് മുത്തുകളുള്ള കിരീടം അവരണിയിക്കും. ആ കിരീടം കാണുമ്പോൾ ആളുകൾ അറിയും ഇദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അഞ്ചാമതായിട്ട് പറഞ്ഞത്, അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ അവർക്ക് കൊടുക്കും. ആറാമതായിട്ട് പറഞ്ഞു, അവരുടെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ ഷഹീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട 70 പേർക്ക് അള്ളാഹു നരകമോചനം നൽകിക്കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ആനുകൂല്യവും അദ്ദേഹത്തിന് കൊടുക്കുമെന്ന്. അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, ഇത്രയും പ്രാധാന്യമുള്ള ഷഹീദിനേക്കാൾ മുന്ന് സാധാരണ രീതിയിൽ മരിച്ച ഒരാളെങ്ങനെ സ്വർഗത്തിൽ പോകും? ഇതായിരുന്നു തൽഹ ബിൻ ഉബൈദുള്ള എന്ന് പറയുന്ന സഹാബി ഉന്നയിച്ച സംശയം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹയോട് ചോദിച്ചു, അദ്ദേഹം 1 വർഷം കൂടി അധികം ജീവിച്ചു അല്ലേ തൽഹ റളിയല്ലാഹു അൻഹു? അദ്ദേഹം പറഞ്ഞു, അതെ അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഷഹീദായ ആളിനേക്കാൾ ഒരു റമദാൻ കൂടുതൽ എടുത്തിരിക്കുന്നു. ആ റമദാനെ അദ്ദേഹം ഈമാനോടും ഇഹ്തിസാബോടും വിശ്വാസത്തോടും അതോടൊപ്പം തന്നെ കണക്കെടുപ്പോടും കൂടി അതിനെ സമീപിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഷഹീദിനേക്കാൾ വലിയ സ്ഥാനം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുകയാണ്. ഒരുപക്ഷേ ഷഹീദാകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം, ഷഹീദായിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല എന്ന് വരാം. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഷഹീദിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ദറജയുള്ള ഒരു സ്വർഗം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ ആവേശത്തോടു കൂടി റമദാനെ സമീപിച്ചുകൊണ്ട് ഈ ഒരു റമദാനോട് കൂടിയിട്ട് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയാൻ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നിലയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആവേശത്തോടു കൂടി കടന്നു ചെല്ലാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല ആളുകളായിക്കൊണ്ട് റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ കൊണ്ട് മാറ്റുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.